അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിന ആഘോഷ പരിപാടികളെ എതിർക്കുന്ന ആളുകൾ അവർക്ക് അഹ്ലുസുന്നയുടെ ലോകം തെളിവുകൾ കൊടുക്കാത്തത് കൊണ്ടൊന്നുമല്ല. പരിശുദ്ധ ഖുർആനിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന്, മുൻഗാമികളുടെ മാതൃകകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടുന്നതിന്, പറയുന്നതിന്, അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്നതിന്, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന്, നബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്നതിന്, എല്ലാറ്റിനും ധാരാളം തെളിവുകൾ ലോകത്ത് മുസ്ലിങ്ങൾ അവർ നൽകാറുണ്ട്. ഇത്തരം നബി തങ്ങളുടെ മദ്ഹുകൾ പറയുന്നതിനും പാടുന്നതിനെയും എതിർക്കുന്ന ആളുകൾ. എന്നാൽ അവർക്ക് ഒരു തെളിവ് കൊടുത്താൽ അവര് വേറൊരു തെളിവാണ് ചോദിക്കുക. ഒരു തെളിവ് കൊടുത്താൽ അവർ വേറൊരു തെളിവ് ചോദിക്കും. ഖുർആനിൽ നിന്ന് തെളിവുകൾ കൊടുത്താൽ അവർ ചോദിക്കും ഹദീസുകളിലുണ്ടോ എന്ന്. ഹദീസുകളിൽ നിന്ന് കൊടുത്താൽ ചോദിക്കും സ്വഹാബത്തിലുണ്ടോ, പൂർവികരിലുണ്ടോ എന്ന്. യഥാർത്ഥത്തിൽ തെളിവില്ലാത്തതല്ല പ്രശ്നം, തെളിവുകൾ കൊടുക്കാത്തതല്ല പ്രശ്നം, അവർക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 12 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ ഞാൻ അവരുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അത് സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ കാപട്യം മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ്. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കരുതെന്നും സന്തോഷം പ്രകടിപ്പിക്കരുതെന്നും പറയുന്ന പ്രമാണം വല്ലതുമുണ്ടോ? അങ്ങനെ ഒരു പ്രമാണമുണ്ടെങ്കിൽ അത് അവർ കാണിക്കണം. നബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പറ്റൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പ്രമാണമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിന് വല്ല പ്രത്യേകതയും ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മുസ്ലിം ഉമ്മത്ത് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ അത് ഉൾക്കൊള്ളുന്ന ആളുകളാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ റഹ്മത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു. നിങ്ങൾ സന്തോഷിക്കണം, സന്തോഷം പ്രകടിപ്പിക്കണം എന്ന് ഖുർആന്റെ നിർദ്ദേശമാണ്. പരിശുദ്ധ ഖുർആൻ അത് പറയുകയാണ്. ഈ കൽപ്പന അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്നത് എങ്ങനെയാണ്? ബിദ്അത്ത് മുൻകറത്ത്, എതിർക്കപ്പെട്ട പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ കാര്യമായി തീരുന്നത് എങ്ങനെയാണ്? ഈ സന്തോഷ പ്രകടനം റബീഉൽ അവ്വലിൽ പറ്റില്ല എന്നതിന് എന്തെങ്കിലും പ്രമാണമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്നത് ബിദ്അത്ത് മുൻകറത്താണ് എന്നതിന് വല്ല തെളിവുമുണ്ടോ? എതിർക്കപ്പെട്ട, ഇസ്ലാമിൽ ഒരിക്കലും അനുവദനീയമല്ലാത്ത, മതത്തിൽ കൂട്ടിക്കടത്തപ്പെട്ട, എതിർക്കപ്പെടേണ്ടുന്ന ബിദ്അത്താണ് എന്നതിന് വല്ല തെളിവുമുണ്ടോ? ഒപ്പം റബീഉൽ അവ്വലിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിച്ചുകൂടാ എന്നതിന് എന്തെങ്കിലും പ്രമാണം ഉദ്ധരിക്കാൻ, ഉന്നയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? നാലാമത്തെ ചോദ്യം, അല്ലാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ നിഅമത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ, സൂറത്ത് ആല ഇംറാനിലെ ആയത്തിലൂടെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നബി തങ്ങൾ ഏറ്റവും വലിയ നിഅമത്താണ്, ഏറ്റവും വലിയ നിഅമത്താണ്. നിഅമത്തിന് ശുക്ർ ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. നിഅമത്തുകൾക്ക് നമ്മൾ ശുക്ർ ചെയ്യണ്ടേ? പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിട്ടുള്ള കാര്യമല്ലേ, നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമല്ലേ? സൽക്കർമ്മങ്ങൾ ചെയ്ത് നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞ് മുസ്ലിം ഉമ്മത്ത് ആ ശുക്ർ നിർവഹിക്കുന്നു. റബീഉൽ അവ്വൽ മാസത്തിൽ ഇത് കുറ്റകരമാണ് എന്ന് പറയുന്ന ഒരു പ്രമാണമുണ്ടോ? റബീഉൽ അവ്വലിൽ ശുക്ർ ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്ന ഒരു പ്രമാണം, ആ പ്രമാണം ഉണ്ടെങ്കിൽ അവർ പറയണം. അഞ്ചാമത്തെ ചോദ്യം, മഹത്തുക്കളുടെ മദ്ഹുകൾ പാടലും പറയലും അവരെ പുകഴ്ത്തലും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കളുടെ പേരിൽ എത്രയെത്ര സൂറത്തുകളുണ്ട്. സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഹൂദ്, സൂറത്ത് യൂനുസ്, സൂറത്ത് യൂസുഫ്, അങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സൂറത്ത് മുഹമ്മദ്,
മഹത്തുക്കളായ ആളുകളുടെ പേരിൽ സൂറത്ത് മറിയം, സൂറത്ത് ലുഖ്മാൻ, ഇങ്ങനെ മഹത്തുക്കളുടെ പേരിൽ പരിശുദ്ധ ഖുർആനിൽ അധ്യായങ്ങൾ തന്നെയുണ്ട്. അവരുടെ ജീവിത ചരിത്രം, അവരുടെ ബഹുമാനങ്ങൾ, അവരുടെ മഹത്വങ്ങൾ, ഇതൊക്കെയും ലോകത്ത് പഠിപ്പിക്കുകയാണ്. ഹദീസുകളിൽ മനാഖിബുകൾ പ്രത്യേകമായി കാണാൻ കഴിയും. സ്വഹാബിമാരായ ആളുടെ ബഹുമാനങ്ങൾ, മുൻകാല മഹത്തുക്കളുടെ ബഹുമാനങ്ങൾ, ആ ബഹുമാനങ്ങൾ പറയുന്ന മനാഖിബുകൾ, ആ മനാഖിബിന്റെ ഒരു ഭാഗം, ഒരു പാർട്ട് പ്രത്യേകം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. എത്രയെത്ര ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ അഖിലവും ലോകത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളായ ആളുകളുടെ ചരിത്രങ്ങൾ ലോക മുസ്ലിങ്ങൾ വായിക്കാനും പഠിക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനുമായി നിരവധിയാണ് ഇത്തരം സംഭവങ്ങൾ. ഇത് നമ്മൾ വായിക്കുന്നു, അത് നമ്മൾ ഓതുന്നു, അത് നമ്മൾ പാരായണം ചെയ്യുന്നു, അതിൽ പ്രതിഫലം പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട, ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് മഹത്തുക്കളുടെ മദ്ഹ് പാടലും പറയലും, അവർ അതിനുവേണ്ടി ഒരുമിച്ച് കൂടുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതിന് പ്രത്യേക രൂപം ഇസ്ലാം നിഷ്കർഷിച്ചിട്ടില്ല. ഇന്ന രൂപത്തിൽ മാത്രമേ പറ്റൂ, 10 ആളെ പറ്റൂ, 20 ആളെ പറ്റൂ, അല്ലെങ്കിൽ ഇന്ന സദസ്സിലേ പറ്റുള്ളൂ എന്ന് പ്രത്യേകമായ ഒരു നിർബന്ധം ഇസ്ലാം അതിന് വെച്ചിട്ടില്ല. ഓരോരോ നാടിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് ചെറുതും വലുതുമായ വലിയ കൂട്ടായ്മകൾ, ചെറിയ സദസ്സുകൾ, ഇങ്ങനെ പല വിധത്തിലും വിശ്വാസികൾ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാടില്ലെന്ന് പറയുന്ന ഏതെങ്കിലും പ്രമാണം ഉദ്ധരിക്കാമോ? പാടില്ലെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രമാണം ഉദ്ധരിക്കാമോ? ആറാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ നബി തങ്ങളുടെ മദ്ഹുകൾ, ആ മദ്ഹുകൾ അവതരിപ്പിക്കുന്ന അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന സൂറത്ത്, ആ സൂറത്ത് പൂർണ്ണമായും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മദ്ഹുകളാണ്, അവിടുത്തെ ബഹുമാനങ്ങളാണ്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ, പരിശുദ്ധ ഖുർആനിൽ എന്നല്ല, പരിശുദ്ധ ഖുർആൻ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നതല്ലേ. ആ പരിശുദ്ധ ഖുർആൻ കൊണ്ട്, സുന്നത്ത് കൊണ്ട്, സ്വഹാബത്തിന്റെ നടപടികൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയൽ. അത് പുണ്യമുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ നോക്കൂ, നിക്കാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ഒന്നാണ്, നബി തങ്ങളുടെ ചര്യകളിൽ ഒന്നാണ്. ഇൽമു പഠിപ്പിക്കൽ പുണ്യകർമ്മമാണ്. എന്നാൽ നിക്കാഹിന്, അറിവുകൾ പഠിപ്പിക്കുന്നതിന് തുടങ്ങിയ കാര്യങ്ങൾക്ക് കാലങ്ങൾക്കും നാടിനും അനുസരിച്ച് വിവിധ ശൈലികൾ സ്വീകരിക്കുന്നു. അങ്ങനെയാണല്ലോ, നിക്കാഹിന് സദസ്സുകളുണ്ട്, അവിടെ ലൈറ്റുകളുണ്ട്, അവിടെ തോരണങ്ങൾ ഉണ്ടാകാം, അലങ്കാരങ്ങൾ ഉണ്ടാകാം. ഇൽമു പഠിപ്പിക്കുന്നതിന് സിലബസുകൾ സംവിധാനിക്കുന്നു, പിരീഡുകൾ ഉണ്ടാക്കുന്നു, മദ്രസയുണ്ടാക്കുന്നു, അറബിക് കോളേജുകളാകുന്നു. അങ്ങനെ പല പല രീതികൾ, പല പല ശൈലികൾ. ഇസ്ലാമിൽ അറിവ് പഠിപ്പിക്കുക എന്നത് പുണ്യകർമ്മമുള്ള കാര്യമാണ്, സ്ഥിരപ്പെട്ട വിഷയമാണ്. നിക്കാഹ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്, മദ്ഹ് പറയൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മദ്ഹ് പറയൽ ഒഴികെ ഈ ഇൽമു പഠിപ്പിക്കുന്നതിന്, നിക്കാഹിന്, ഇതിനൊക്കെ പല പല ശൈലികൾ, ആ ശൈലികൾ സ്വീകരിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള മൗലിദ് വിരോധികളായ ആളുകൾ. പരിശുദ്ധ ഇൽമു പഠിപ്പിക്കുന്നതിനും അതുപോലെ നിക്കാഹിനുമൊക്കെ വ്യത്യസ്ത ശൈലികൾ സ്വീകരിക്കുന്ന ആളുകൾ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നതിന്, പാടുന്നതിന് അതിന്റെ ശൈലി വ്യത്യാസങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല. റബീഉൽ അവ്വൽ നബി തങ്ങളുടെ മദ്ഹ് പാടുന്നതും പറയുന്നതും ധർമ്മങ്ങൾ നടത്തുന്നതിനെ എതിർക്കുകയും ചെയ്യുന്നതിന്റെ പ്രമാണമെന്ത്? നിക്കാഹിൽ ഇത് അംഗീകരിക്കുന്നു, അതുപോലെ ഖുർആൻ പഠിപ്പിക്കുന്നതിൽ, ദീനീ വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുന്നതിൽ ശൈലികൾ മാറ്റങ്ങൾ അംഗീകരിക്കുന്നു. മദ്ഹ് പറയുന്നതിൽ ഈ ശൈലി മാറ്റം അംഗീകരിച്ചുകൂടാ എന്ന് പറയുന്നതിന് എന്ത് പ്രമാണമാണ് നിങ്ങൾക്ക് ഉദ്ധരിക്കാനുള്ളത്? ഏഴാമത്തെ ചോദ്യം, നബിദിനാഘോഷം പാടില്ലെന്ന് പറയുന്നവർ അവരുടെ നിക്കാഹ് സദസ്സുകളിൽ ഇന്ന് കാണുന്ന ശൈലി മാറ്റവും ഇൽമു പഠിപ്പിക്കുന്നതിൽ ഇന്ന് കാണുന്ന ശൈലിയും 3 നൂറ്റാണ്ടിൽ ഇല്ലായിരുന്നു എന്ന
കാരണത്താൽ ഈ ശൈലി മാറ്റം ബിദ്അത്താണെന്ന് പറയുമോ? പറയാത്തത് എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ മാത്രം ഈ ഇരട്ടത്താപ്പ് എന്തുകൊണ്ട്? റബീഉൽ അവ്വലിൽ മാത്രം ഇത് വിലക്കപ്പെട്ടതാണോ? എട്ടാമത്തെ ചോദ്യം, പുത്തനാശയക്കാര് അവരുടെ സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങളും സംഘടനകളുടെ സമ്മേളനങ്ങളും വർഷങ്ങൾ നിർണയിച്ച് ഡേറ്റുകൾ തീരുമാനിച്ച് നടത്തുന്നവരാണ്. KNM-ന്റെ സമ്മേളനങ്ങൾ 5 വർഷത്തിൽ ഒരിക്കൽ നടത്തുമെന്ന് അവരുടെ മിനിറ്റ്സിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു തീരുമാനം കൂടിയാണ്. ഇപ്പൊ ആ തീരുമാനം അവര് അങ്ങനെ തന്നെ മിനിറ്റ്സിന് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. കാരണം അവർ എത്രയോ പാർട്ടികളാണല്ലോ, എത്രയോ ചിഹ്ന ഭിന്നമായി പോയവരാണല്ലോ. അവരിൽ ആരാണ് മുസ്ലിം എന്ന് പോലും അവർക്കറിയില്ല. അവരുടെ വാദങ്ങൾ പ്രകാരം അങ്ങനെയാണ് അവരുടെ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ തീരുമാനിച്ചു വെച്ചിട്ടുള്ള ആളുകളാണ് അവര് എന്ന 3 നൂറ്റാണ്ടിൽ ഇതിന് മാതൃകയുണ്ടോ? സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങള്, സംഘടനകളുടെ സമ്മേളനങ്ങള് ഡേറ്റുകൾ നിർണയിച്ച് സമയങ്ങൾ തീരുമാനിച്ച് പ്രത്യേകമായ ശൈലിയിൽ പരിപാടികളിൽ ഒക്കെ പുണ്യം കിട്ടുന്ന പ്രവർത്തനം നടക്കാനല്ലേ. അങ്ങനെ എല്ലാ പുണ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിച്ച് കാണിച്ച് നമുക്ക് തന്നു പോയതാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ദീന് പൂർത്തീകരിച്ചതാണ്. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നബിദിനാഘോഷം പറ്റൂല എന്ന് പറയുന്ന ആളുകൾ, അവരോടും കൂടി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങൾ, ഈ സ്ഥാപനങ്ങളുടെ പരിപാടികൾ, സംഘടനകളുടെ സമ്മേളനങ്ങൾ ഇതൊക്കെ പുണ്യകർമ്മമാണ് എന്ന നിലക്ക് തന്നെയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഈ ശൈലിക്കൊരു പ്രമാണമുണ്ടോ? 3 നൂറ്റാണ്ടിൽ എവിടെയെങ്കിലും കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? 9ാമത്തെ ചോദ്യം, ജുമുഅ ഖുത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും 3 നൂറ്റാണ്ടിലെ ഉത്തമരും ലോക മുസ്ലിങ്ങൾ മൊത്തത്തിലും അറബിയിൽ മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളത്. കെ മൗലവിയുടെ ജുമുഅ ഖുത്ബ എന്ന പുസ്തകം നോക്കിയാൽ മാത്രം മതി അതിന്. അദ്ദേഹം പറയുന്നുണ്ട് അക്കാര്യം, ഞാൻ അതിലേക്ക് വിശദമായി പോവുകയല്ല. എന്നാൽ ഈ മാതൃക വലിച്ചെറിഞ്ഞ് അവരെ പിന്തുടരാതെ അവരെ അവഗണിച്ച് മലയാളത്തിൽ വെള്ളിയാഴ്ച പ്രസംഗിക്കുന്ന നബിദിനാഘോഷ വിരോധികൾ ഉത്തമ നൂറ്റാണ്ടിൽ മാതൃകയുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവർക്ക് ഇവിടെ ജുമുഅ ഖുത്ബയുടെ ഭാഷ മാറ്റുന്നതിനൊന്നും കുഴപ്പമില്ല. അതിൽ മാതൃകയുണ്ടോ മാതൃകയൊന്നും അവർ വിഷയമേ അല്ല. പക്ഷേ ഇവർ നബിദിനാഘോഷത്തിന്റെ വിഷയത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവിടെ ഇവർക്ക് മാതൃകയുണ്ടോ എന്ന് ചോദിച്ച് രംഗത്ത് വരുന്ന ആളുകൾ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്താണ് നിങ്ങളുടെ താല്പര്യം? 10ാമത്തെ ചോദ്യം, തുർക്കിയിൽ ജൂതചാരൻ മുസ്തഫ കമാൽ പാഷ നടപ്പിലാക്കിയതാണ് അറബി ഭാഷയിലല്ലാത്ത വെള്ളിയാഴ്ചയിലെ ഖുത്ബ പ്രസംഗം എന്ന് പറയുന്നത്. ഈ ജൂതചാരനെ പിന്തുടർന്ന് മലയാളത്തിൽ വെള്ളിയാഴ്ച ഖുത്ബ നടത്തുന്നതും അത് കേൾക്കാൻ ഒരുമിച്ച് കൂടുന്നതും ശേഷം 2 റക്അത്ത് നിസ്കാരവും ഉത്തമ നൂറ്റാണ്ടിൽ മാതൃകയുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നബിതങ്ങൾ മദ്ഹ് പാടുന്നതിനും പറയുന്നതിനും നബിതങ്ങളിലും സ്വഹാബത്തിലും ഒക്കെ മാതൃകയാണ്. പക്ഷേ ഞാൻ ഇവരോട് ചോദിക്കുകയാണ്, ഈ മാതൃക കണ്ടോ ചോദിക്കുന്നതും കാപട്യാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഈ ചോദ്യം അവരുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഈ ആളുകൾ ഈ മാതൃക കണ്ടോ ഉത്തമ നൂറ്റാണ്ടിൽ ചോദിക്കുന്നവര്, ഈ ജൂതചാരൻ മുസ്തഫ കമാൽ പാഷയെ പിന്തുടരുന്ന ഈ കൂട്ടർ, അവർക്ക് ഏതെങ്കിലും ഒരു പ്രമാണം 3 നൂറ്റാണ്ടിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയുമോ? 11ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നബി തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞതിനും പാടിയതിനും അതിനായി ഒരുമിച്ച് കൂടിയതിനും മഹത്തുക്കളെ അനുസ്മരിച്ച് ദാനധർമ്മങ്ങൾ നിർവഹിച്ചതിനും പ്രമാണങ്ങളിൽ തെളിവുകൾ ഉണ്ട്. മുസ്ലിം ലോകം റബീഉൽ അവ്വൽ ഉൾപ്പെടെ സമയവും സന്ദർഭവും അനുസരിച്ച് അനുവദനീയമായ ശൈലിയിൽ അത് നടത്തുകയും ചെയ്യുന്നു. ഉത്തമ നൂറ്റാണ്ടിൽ കഴിഞ്ഞവരെ പിൻപറ്റുന്നു. എന്നാൽ വെള്ളിയാഴ്ചയിലെ 2 ബാങ്ക് ഉത്തമ നൂറ്റാണ്ടിൽ ഉണ്ട്. മുസ്ലിം ഉമ്മത്ത് മുൻഗാമികളെ പിന്തുടർന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് ഞാൻ പറയട്ടെ. 2 ബാങ്ക് വെള്ളിയാഴ്ചയിൽ ഉത്തമ നൂറ്റാണ്ടിലുണ്ട്. തറാവീഹ് 20 റക്അത്ത് ഉത്തമ നൂറ്റാണ്ടിലുണ്ട്. മൗലിദ് വിരോധികൾ
ഉത്തമ നൂറ്റാണ്ടുകാരെ പിന്തുടരുന്നില്ല, അവരെ അവഗണിക്കുന്നു. ഒരു വേള സ്വഹാബത്ത് ദീനിൽ തെളിവല്ലെന്ന് പോലും എഴുതുന്നു. നിങ്ങൾ ഉത്തമ നൂറ്റാണ്ടുകാരെ പിന്തുടരുന്നവരാണോ? അവരെ നിങ്ങൾ മാതൃകയായി അംഗീകരിക്കുമോ? കാപട്യം മാത്രമല്ലേ നിങ്ങളുടെ ഈ നിലപാടുകൾ? കാപട്യം മാത്രമല്ലേ നിങ്ങളുടെ നിലപാടുകൾ? 12ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നതിനോട് ചിലരെങ്ങനെയാണ്, ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല, റബീഉൽ അവ്വലിൽ പ്രത്യേകം നിർവഹിക്കുന്നതിനോടാണ് എതിർപ്പ് എന്നാണ് അവർ പറയാ. ഞങ്ങൾക്ക് മദ്ഹ് പറയുന്നതിന് കുഴപ്പമില്ല. എല്ലാവരും അങ്ങനെ പറയില്ല കേട്ടോ. മദ്ഹ് പറയാൻ ഒരു തെളിവില്ല എന്ന് പറയുന്നവരും ഈ കൂട്ടരിലുള്ളവരാണ്. ചിലർ പിന്നെ അവസാനം പറയും മദ്ഹ് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ എതിർക്കുന്നത് റബീഉൽ അവ്വലിൽ പ്രത്യേകം ചെയ്യുന്നതിനെയാണ്. അങ്ങനെ പ്രത്യേകം കരുതിയിട്ട് ചെയ്യുമ്പോഴാണ് ഈ കുഴപ്പമൊക്കെ വരുന്നതാണ് അവർ പറയാറുള്ളത്. ഞാൻ അവരോടായി ചോദിക്കുന്നു, പ്രത്യേകം എന്ന് കരുതാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുകയും അവിടുത്തെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ലോക മുസ്ലിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അങ്ങനെ പ്രത്യേകം ഒന്നും കരുതണ്ട, അങ്ങനെ പ്രത്യേക റബീഉൽ അവ്വൽ ഒന്നുമില്ല. പക്ഷെ ലോകത്തെ മുസ്ലിങ്ങൾ മുഴുവനും അവര് നബിതങ്ങളുടെ ജന്മദിനത്തിലും ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിലും അവിടുത്തെ മദ്ഹുകൾ പറയുന്നു, അവിടുത്തെ മദ്ഹുകൾ പാടുന്നു, അതിനായി സംഘടിക്കുന്നു. അവിടുത്തെ സന്ദേശങ്ങൾ, കാരുണ്യത്തിന്റെ സന്ദേശങ്ങൾ, മാനവികതയുടെ സന്ദേശങ്ങൾ ലോകത്തിന് കൈമാറുന്നു. ഈ കൈമാറ്റത്തിലും ഈ പ്രവർത്തനങ്ങളിലും ലോക മുസ്ലിങ്ങളുടെ കൂടെ പങ്കുചേരാൻ പ്രത്യേകമെന്ന് കരുതാതെ നിങ്ങൾ തയ്യാറുണ്ടോ? ഇനി ഒന്നുകൂടി ഈ കൂട്ടത്തിൽ വെക്കട്ടെ. ഇമാം അബൂ ശാമ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, എത്ര മഹത്തുക്കളായ പണ്ഡിതന്മാരാണ്. അവര് മൗലിദ് കഴിക്കുന്നത് അത് നല്ല കാര്യമാണ്, പുണ്യം കിട്ടുന്ന കാര്യമാണ്, അനുവദനീയമായ കാര്യമാണ് എന്ന് കൃത്യമായി പറയുകയും ലോക മുസ്ലിങ്ങൾ അത് നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ അവർ മുഴുവനും പിഴച്ചവരാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രവണതയിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ ഒരുക്കമാണോ? ഇത് കേവലം കേരളത്തിലെ കുറച്ച് ആളുകളെ മാത്രമല്ല, ലോക മുസ്ലിങ്ങളാണ് പിഴച്ചു എന്ന് നിങ്ങൾ പറയുന്നത്. ലോകത്തെ ഹാഫിളുകളായ അനവധി ഇമാമിങ്ങൾ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് കൃത്യമായി ഉമ്മത്തിനെ പഠിപ്പിച്ച വിഷയമാണ്. തെറ്റാണ് എന്ന് നിങ്ങൾ വ്യാജ പ്രചാരണം നടത്തിയിട്ട് ഈ ഉമ്മത്തിനെ, മുസ്ലിം സമൂഹത്തെ ഈ വിശുദ്ധമായ ഒരു സമയങ്ങളിൽ നല്ല പ്രവർത്തനങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ജനോപകാരപ്രദമായ എന്തെല്ലാം കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീഉൽ അവ്വൽ മാസത്തിലും ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നന്മകളെയെല്ലാം മുടക്കാൻ, നബി തങ്ങളെ മദ്ഹ് പറയുന്നതും പാടുന്നതും മുടക്കാൻ, നബി തങ്ങളെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതും മുടക്കാൻ നിങ്ങൾ ഈ വ്യഗ്രത കാണിക്കുന്നതിലൂടെ ലോക മുസ്ലിങ്ങൾ പിഴച്ചു എന്നാണ് നിങ്ങൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. കേവലം വളരെ തുച്ഛമായ മനുഷ്യന്മാർ അവരുടെ പണവും ഊർജവും അധ്വാനവും സമയവും അള്ളാഹുവിന്റെ ദീനിനെതിരെ വിനിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പുത്തൻവാദികളായ, മുബത്തദിഉകളായ, ഈ നബിദിന വിരോധികളായ, മൗലിദ് വിരോധികളായ ആളുകൾ അവരുടെ ചില ജൽപ്പനങ്ങളിലും ദുർവ്യാഖ്യാനങ്ങളിലും അകപ്പെട്ടു പോയവർ, അവർക്ക് ചിന്തിക്കാൻ വഴി കിട്ടിയെങ്കിൽ എന്ന നിലക്ക് കൂടിയാണ് ഈ വിഷയങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഈ 12 ചോദ്യങ്ങൾ ഞാൻ സമർപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക, ഇവർക്ക് ഉത്തമ നൂറ്റാണ്ടിനോട് എന്തെങ്കിലും ബഹുമാനമുള്ളത് കൊണ്ടല്ല. ഖുർആൻ തെളിവ് കൊടുക്കുമ്പോൾ ഹദീസുണ്ടോ, ഹദീസ് കൊടുക്കുമ്പോൾ ഖുർആനുണ്ടോ, രണ്ടും കൊടുത്താൽ ഉത്തമ നൂറ്റാണ്ടിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഇവർക്ക് വലിയ പ്രതിപത്തി ഇസ്ലാമിനോടുണ്ടോ, ഇസ്ലാമിനോടുള്ളത് കൊണ്ടാണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോടായി പറയട്ടെ, ഇവർക്ക് നബി തങ്ങളോടൊരു തരിമ്പും സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. അതാണ് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അറബിയിലെ ഖുതുബ മലയാളത്തിലേക്ക് മാറ്റുന്നതിന് ഉത്തമ നൂറ്റാണ്ടിൽ തെളിവ് എവിടെയാണ്? തറാവീഹ് നിസ്കാരം 20 ഉത്തമ നൂറ്റാണ്ടിലുണ്ട്. ആ ഉത്തമ നൂറ്റാണ്ടിന്റെ മാതൃക ഇവരിൽ ഉണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതാണ്. നിക്കാഹ് കർമ്മങ്ങൾ ഇന്ന് കാണുന്ന ശൈലി, ആ ശൈലി പണ്ടുണ്ടോ ഉത്തമ നൂറ്റാണ്ടിൽ?
നൂറ്റാണ്ടിലുണ്ടോ ആലോചിക്കേണ്ടതാണ്. ഇന്ന് ഈ മൗലവിമാര് രൂപപ്പെടുത്തുന്ന ശൈലികളൊക്കെ ഉത്തമ നൂറ്റാണ്ടിൽ അതേപടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുന്ന ഒന്നാണോ? അന്ന് ലൈറ്റുകൾ, തോരണങ്ങൾ, അതുപോലെ അലങ്കാരങ്ങൾ, ഇതൊക്കെ കാണിക്കാൻ കഴിയുന്ന സംഗതിയാണോ? അതുപോലെ പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുന്നതിന്, ദഅവത്ത് ചെയ്യുന്നതിന് ഇന്നത്തെ ശൈലികൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ, കോളേജുകൾ, ടൈം ടേബിളുകൾ, പിരീഡുകൾ, അതുപോലെ സിലബസുകൾ ഉണ്ടോ? ഇൽമു പഠിപ്പിക്കലുണ്ട്. ഈ ശൈലി മാറ്റങ്ങൾ, ആ ശൈലി മാറ്റങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നത് ആ ഉത്തമ നൂറ്റാണ്ടിൽ അവിടെ അതുപോലെ കാണുമോ? അപ്പൊ അതിന്റെ പേരിൽ ഈ നല്ല കാര്യങ്ങളെ എതിർക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടതൊക്കെ അവർ പറയുന്നു, അവരെടുക്കുന്നു, അവർ ചെയ്യുന്നു, അവർ വളച്ചൊടിക്കുന്നു. പക്ഷേ ലോക മുസ്ലിങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുകയും അവർ പുത്തൻവാദികളാണെന്ന് പറയാൻ വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു എന്നത് ഗൗരവപൂർവം മുസ്ലിം സമൂഹം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.